സൂക്ഷിച്ചേ. നോക്കി നോക്കി. അപ്പൊ ഞാൻ പോട്ടെ. ശരി സാർ. ശരി, കാണാം. ആയിക്കോട്ടെ സാർ. സാറേ സാറേ 5 വർഷമായിട്ട് എന്റെ പിരിവൊന്നും വാങ്ങിയിട്ടില്ല. സാറ് പറയുന്ന സാധനങ്ങളൊക്കെ ഇറക്കിക്കോളാം ഞാൻ. മാത്രമല്ല സാറ് തരുന്ന കാശ് വാങ്ങിച്ചോളേക്ക്. അറിയാതൊരു തെറ്റ് പറ്റിയെന്ന് അയാൾ പറഞ്ഞല്ലോ. സാറിനെപ്പോ ഒരാളല്ലേ, അതനുസരിച്ച് അനുസരിക്കാൻ മനസ്സില്ല. ഈ ചിദംബരത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തല്ലാതെ അനുസരിച്ച് ശീലമില്ല. അന്നിവൻ പറഞ്ഞതൊക്കെ താനങ്ങ് മറന്നുപോയോ? കൊടുത്ത കാശ് കുറഞ്ഞു പോയെങ്കിൽ ഇവനെ കൊണ്ട് കഴിയുന്നതിന് ചെയ്യാമായിരുന്നല്ലോ. അലങ്കരിക്കാം, അമ്പല പരിപാടികൾക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ചെയ്തു കൊടുത്തില്ല? അതും പോരാഞ്ഞിട്ട് കമ്മിറ്റി വെച്ച് കാശ് വാങ്ങുന്നതും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതും കാശടിച്ച് മാറ്റാനാണെന്ന് പറഞ്ഞവൻ ഇന്നിവൻ പറഞ്ഞ കാര്യം നാളെ വേറൊരാൾ പറയും. പിന്നെ എന്തിനാണോ കമ്മിറ്റിയും കമ്മിറ്റിക്കാരും തീരുമാനങ്ങളും ഒക്കെ? നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, എന്നെ വിട്ടേക്ക്. നിങ്ങൾ പറയുന്ന ഡേറ്റിൽ ഞാൻ വന്നിക്കാം. കാശ് എത്രയാണെന്ന് വെച്ചാൽ അതും തന്നേക്കാം. അല്ല സാർ, ഉത്സവം ഇവിടെ ആര് നടത്തിയാലെന്താ? എല്ലാം നന്നായി നടന്നാൽ മാത്രം മതി. അമ്പലക്കാരിയാ, കുറവുകളൊന്നും ഉണ്ടാവരുത്. സാറേ ഞാൻ പോട്ടെ. വണ്ടി എടുക്കടാ. വണ്ടി എടുക്കടാ. കൊണ്ടുവാ. വാ 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 വാ. അല്ല സാറേ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതെന്താണോ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? ഉത്സവത്തിനൊന്ന് കാണിച്ചു കൊടുക്കാം. മാറാ മാറിക്കടാ. എടോ, അമ്പലത്തിൽ വന്നു കഴിഞ്ഞാ ദൈവത്തിനെ കണ്ട് പ്രസാദവും വാങ്ങി അത് വെട്ടി വിഴുങ്ങി അങ്ങ് പോയാ പോരായോ? എന്തിനാ തലവേന ഉണ്ടാക്കുന്നത്? ഞാൻ എന്ത് ചെയ്യുന്ന? ഡോ, തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? അവന് വേണ്ടി വക്കാലത്ത് പറഞ്ഞില്ലേ? ഇപ്പൊ സമാധാനമായോ? പോയി ഉത്സവം നടത്ത്. ഞാനോ? അറിയാലോ. അപ്പോ ബാക്കിയുള്ളവൻ കുടുംബം നോക്കാൻ പാടുപെട്ടോണ്ടിരിക്കുക. അങ്ങനെയുള്ള എനിക്കും തനിക്ക് ഉത്സവം നടത്താൻ പറ്റുമോ? ഇത്രയും വർഷമായിട്ട് എന്ത് ചെയ്തിട്ടാന്നേലും കൂടെ നിന്നാ അദ്ദേഹം ഉത്സവം നടത്തുന്നേ. ഇപ്പൊ എല്ലാത്തിനും കൂടെ ചേർന്നും കിട്ടിയില്ലേ പണി? നടക്കേണ്ടതൊക്കെ നടന്നു. ഇനി പറഞ്ഞിട്ട് കാര്യം കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അദ്ദേഹമാണോ? അല്ലല്ലോ. ഒരു പ്രാവശ്യം തീരുമാനം അത് എടുത്തതാ. ജീവൻ പോയാൽ പോലും അത് മാറ്റില്ല. ആ വാക്ക് മാറ്റിയ ജീവൻ പോലും വേണ്ടാന്ന് വെക്കും. ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇനി ഈ പ്രശ്നം തീർക്കാൻ ഒരാളെ കൊണ്ട് മാത്രമേ പറ്റൂ. ആരാ അത്? മഴ വരാൻ പോവാ. വേഗം പുറത്ത് വെച്ചിരിക്കുന്നൊക്കെ എടുക്ക്. ഇന്ന് മിക്കവാറും കൗസല്യ ചേച്ചി മഴയത്ത് നനയും. നല്ല കാര്യമായി. എന്റെ മോള് മഴ നനയുന്നോ? മഴ അവിടെ പെയ്താ അവൾ ഇങ്ങോട്ടോടും. നീ എല്ലാം എടുത്തില്ലായിരുന്നോ? അയ്യോ കൗസി, നിങ്ങളങ്ങോട്ട് നോക്കി. കൗസി എന്താടാ അർജുൻ? അച്ഛനൊന്ന് കാണേണ്ടതായിരുന്നു. മഴ എന്നെങ്ങനെ ഓടിച്ചോടിച്ച് കൊണ്ടുവരായിരുന്നു. ഒരു കാരണവശാലും നനയരുതെന്ന് കരുതി ഞാനിങ്ങനെ വേഗത്തിൽ ഓടി വരികയായിരുന്നു. മഴയാണെങ്കിൽ എന്നെ പുറകെയും. മഴ ജയിക്കോ അല്ലെങ്കിൽ ഞാൻ ജയിക്കോ എന്ന് ഓർത്ത് ഓടി ഓടി ഒരു തുള്ളി പോലും ദേഹത്ത് വീഴാതെ ഞാൻ വീടിനകത്തേക്ക് കേറി അച്ഛാ. നീ ചിദംബരത്തിന്റെ മോളല്ലേ? അപ്പൊ പിന്നെ അങ്ങനെയല്ലേ സംഭവിക്കൂ. കണ്ടില്ലേടി എന്റെ മോളെ? നനഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മോള്, നനഞ്ഞാ എന്റെ മോള് അല്ലേ? പോടി, ഒരു കപ്പ് കാപ്പി എടുത്തിട്ട് അടിച്ച് നിന്നെ ഉണ്ടല്ലോ.